ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ റെസിപ്പി ഉണ്ട്, വിശേഷങ്ങളുണ്ട്, പിന്നെ നിങ്ങൾ ചോദിച്ചിട്ടുള്ള കാര്യങ്ങൾ എല്ലാം ഇൻക്ലൂഡാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവൻ തന്നെ കണ്ടുവെക്കുക. കണ്ടിഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോലെ. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറക്കാതെ ലൈക്ക് ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. പിന്നെ വീഡിയോ കണ്ടിട്ട് തീരുന്നതിന് മുമ്പ് വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ എന്തെങ്കിലും ഒരു അഭിപ്രായം അത് കമൻറ്റായിട്ട് അറിയിക്കാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ അന്നത്തെ ദിവസം പുല്ല് വെട്ടാൻ ആൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ആ സൈഡിലൊക്കെ ഇട്ട പുല്ലില്ലേ ഗാർഡനിലെ, അപ്പോൾ അത് കട്ട് ചെയ്തിട്ടുണ്ട്. അത് കട്ട് ചെയ്ത മെയിൻ പണി എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് അടിച്ച് വാരി കളയണം. അതിൻ്റെ ഈ അടിഭാഗമല്ലേ ആ പച്ച അവർ കട്ട് ചെയ്ത അതൊക്കെ അവരെന്നെ കൊണ്ടുപോയി കളഞ്ഞിട്ടുണ്ട്. അതിങ്ങനെ താഴ്ത്തിട്ടിട്ട് അവരെന്നെ കൊണ്ടുപോയി കളഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ഉണങ്ങിയ ഭാഗം, അത് ഉണങ്ങി നിൽക്കുന്നതല്ല കേട്ടോ, പക്ഷേ അത് പുല്ലിൻ്റെ അടിഭാഗമാണത്. അതിനി നന്നായിട്ട് വളർന്ന് ആ പച്ച കളറിലേക്ക് വരികയാണ് ചെയ്യുക. പക്ഷേ അത് ആ ഭാഗം കട്ട് ചെയ്തതിൻ്റെ അതൊക്കെ ആ പുല്ലിലുണ്ടാവും, മീൻസ് ആ തട്ടിലുണ്ടാവും, ഒരുപാടുണ്ടാവും. അപ്പോൾ അത് അടിച്ചെടുക്കുക എന്നുള്ളത് നല്ലൊരു ടാസ്ക്കാണ്. പിന്നെ അത്യാവശ്യം കാറ്റും ഉണ്ട്, മഴ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പാറുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വെയിലില്ല, അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചെടുക്കട്ടെ എന്ന് വിചാരിച്ചു. നന്നായിട്ട് നല്ല റിസ്ക് ഉണ്ട് കേട്ടോ. മൊത്തം അടിച്ച് വരുമ്പോഴത്തേക്ക് ഞാൻ അങ്ങോട്ട് അടിക്കുമ്പോഴത്തേക്ക് കാറ്റ് ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ പുല്ല് കട്ട് ചെയ്ത് നമ്മൾ മഴ തീരുന്നതിനും മഴ തീരുന്ന ആ സമയത്തും മഴ തുടങ്ങുന്ന സമയത്തും നമ്മൾ കട്ട് ചെയ്യലുണ്ട് കേട്ടോ. അതിനിടയ്ക്ക് ഭയങ്കരമായിട്ട് വളരുകയാണെങ്കിൽ അപ്പോഴും കട്ട് ചെയ്യലുണ്ട്. ശരിക്കും നമ്മൾ ചെയ്യേണ്ടത് മഴ തീരുന്ന ആ ഒരു സമയത്തും പിന്നെ മഴ തുടങ്ങുന്നതിൻ്റെ തൊട്ട് മുമ്പും. അപ്പോൾ വല്ലാണ്ട് വളർന്ന് അതിങ്ങനെ അതിൻ്റെ ആ ഒരു ഭംഗി നഷ്ടപ്പെടില്ല. ഇങ്ങനെ കുന്നുപോലെ കായ്പോവും ചിലത്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ പുല്ല് നാശാവാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തുടങ്ങും. ലെവലാക്കി എടുക്കാനൊക്കെ ഭയങ്കര പാടായിരിക്കും പിന്നെ. അപ്പോൾ നമ്മൾ എന്തായാലും നട്ട് കഴിഞ്ഞു അത് മെയിൻറ്റെയിൻ ചെയ്യും കൂടെ വേണം കേട്ടോ. എന്നാലാണ് നല്ല കറക്റ്റായിട്ട് ആ ഒരു ലെവലിൽ തന്നെ അത് നല്ല കറക്റ്റായിട്ട് വളർന്ന് നിൽക്കുമ്പോഴല്ലേ നല്ല ഭംഗി ഉണ്ടാവുക. അപ്പോൾ അത് കറക്റ്റ് ആ രണ്ട് സമയത്തും എന്തായാലും കട്ട് ചെയ്തിട്ട് ഒഴിവാക്കണം കേട്ടോ. പിന്നെ ഇത് കണ്ടോ, ഞാൻ മൊത്തം അടിച്ചു വാരി നിങ്ങൾ കാണുന്ന പോലെ അല്ല കേട്ടോ, നല്ല സമയം എടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. മൊത്തം അടിക്കാനുണ്ടായിരുന്നു പുല്ലിങ്ങനെ പാറിയിട്ട്. അപ്പോൾ കുറേ എനിക്ക് തോന്നുന്നു ഒരു മണിക്കൂറിൻ്റെ മേലെ ഞാൻ സമയം എടുത്തിട്ടുണ്ട് കേട്ടോ. അത് സൈഡൊക്കെ അടിക്കാനുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ ലെവൽ ചെയ്യാനും അങ്ങനത്തെയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. നല്ല ടയർഡായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പക്ഷേ നല്ല ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ. കണ്ടപ്പോൾ ഒരു സമാധാനം കേട്ടോ. ഇങ്ങനെ ക്ലീനായിട്ട് കാണുമ്പോൾ ഒരു രസമല്ലേ, നമ്മളാ ചെയ്ത പണീൻ്റെ ആ ഒരു എഫേർട്ട് അങ്ങോട്ട് പോകുന്ന പോലെ തോന്നും. ഇനിയിപ്പോൾ പുല്ലൊക്കെ വളർന്ന് സെറ്റായിട്ടൊന്ന് വന്നാലാണ് ഭംഗി ഉണ്ടാവും കേട്ടോ. മുറ്റത്തേക്ക് നോക്കുന്ന സമയത്ത് എനിക്കിങ്ങനെ കട്ട് ചെയ്ത പുല്ല് കാണുമ്പോൾ ഒരു ഇഷ്ടമല്ല. അതിങ്ങനെ ചെറുതായിട്ട് വരണം, എന്നാൽ പച്ചപ്പ് വരുമ്പോഴാണ് രസം ഉണ്ടാവുക. അപ്പോൾ ഇതാ ഞാൻ എന്തെങ്കിലും ചായക്ക് സ്നാക്ക് എന്തെങ്കിലും ഉണ്ടാക്കട്ടെ എന്ന് വിചാരിച്ചു. ഇതാ എഗ്ഗ് എടുത്തിട്ടുണ്ട്. നല്ല ഈസി ആയിട്ടുള്ളൊരു സ്നാക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് ബ്രെഡും ഉണ്ട്. അപ്പോൾ ഇതാ ഞാനൊരു 5 എഗ്ഗ് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഉണ്ടാക്കുന്ന സ്നാക്കിന് അനുസരിച്ച് ആ വലുപ്പത്തിനനുസരിച്ചാണ് നമ്മൾ എഗ്ഗ് എടുക്കേണ്ടത്. ഒരു 5 എഗ്ഗൊക്കെ 4 or 5 ആയിട്ട് എടുക്കുക. അതിലേക്കൊരു 1/2 ഗ്ലാസ് വേണ്ട, ഒരു 1/4 ഗ്ലാസ്സൊക്കെ മിൽക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി മിൽക്കില്ലെങ്കിൽ കുറച്ച് പാൽപ്പൊടി അല്ലെങ്കിൽ കുറച്ച് വെള്ളം അതായാലും മതി കേട്ടോ, കുഴപ്പമൊന്നുമില്ല. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു. നമ്മൾ സ്വീറ്റല്ല സ്പൈസിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഒരു സ്പൂൺ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ഇതാ എൻ്റെ കയ്യിൽ ഈ സമൂസേൻ്റെ ഒക്കെ മസാലയില്ലേ, ആ ഒരു മസാല കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ച് ചിക്കൻ്റെ മസാല, അപ്പോൾ അതാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഒന്നുമില്ല, ഉള്ളി, പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയിട്ട് അതിലേക്ക് കുറച്ച് ഗരം മസാല, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. അതാണ് മസാല. ചിക്കൻ ഇട്ട് കൊടുത്തു കേട്ടോ. ക്രഷ് ചെയ്ത് ചിക്കൻ, ബീഫിലോ ചിക്കനിലോ ഫിഷിലോ ഒക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. വെജിറ്റേറിയൻസിനാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ, ആ രീതിയിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പക്ഷേ എഗ്ഗ് നിർബന്ധമാണ് കേട്ടോ, എഗ്ഗ് കഴിക്കുന്നവർക്ക്. ഇനിയിപ്പോൾ ഇതാ അതിനായിട്ട് ഞാൻ ഇങ്ങനത്തെ ഒരു പാത്രം, ഒരളവ് ഏതാണെങ്കിലും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പാത്രം എടുത്ത് അതിലേക്ക് കുറച്ച് ഓയിലോ നെയ്യോ ആക്കിയിട്ട് ഒന്ന് പുരട്ടി കൊടുക്കാം. ഞാൻ ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല, ഒന്ന് പാൻ ചൂടാക്കിയിട്ട് ഫ്ലെയിം ഓഫാക്കി കൊടുത്തു കേട്ടോ, കത്തിച്ചിട്ടില്ല, ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ബ്രെഡില്ലേ അത് ഇതുപോലെ ഇങ്ങനെ ഫസ്റ്റ് ലെയർ അടിയിൽ ഇങ്ങനെ നമ്മളൊരു മാവ് വെക്കുന്ന പോലെ ഒന്ന് റൗണ്ടാക്കി കൊടുക്കാം. എനിക്ക് ചെറുതായിട്ട് കോൾഡ് പിടിച്ചിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ട് സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടാവും, സോറി. അപ്പോൾ ഇതാ ബ്രെഡ് കട്ട് ചെയ്തിട്ടൊക്കെ അങ്ങനെ വെക്കുമ്പോൾ നമുക്ക് ആ റൗണ്ട് കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെ വെച്ചതിന് ശേഷം സൈഡിലൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഈ എഗ്ഗിലും മിൽക്കിലും മുക്കിയിട്ട് ഇങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. സൈഡിലേക്കൊക്കെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഒരു ഇതുപോലെ ഒരു റൗണ്ട്, ഏകദേശം ഒരു റൗണ്ട് ഷേപ്പാക്കി എടുക്കുക. അടിയിൽ ഇങ്ങനെ ഹോൾസ് ഇല്ലാതെ ചെറിയ ചെറിയ പീസൊക്കെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഇതിൽ മുക്കിയിട്ട് വെച്ച് കൊടുക്കുക. അത്രയേ ഉള്ളൂ. ഇനി ഭയങ്കര സിമ്പിളാണ് കേട്ടോ. ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ഇത് ലെയർ ചെയ്യാൻ വേണ്ടി പറ്റും. സ്നാക്ക് ഉണ്ടാക്കാൻ ഒരു 10 മിനിറ്റ്, 10 വേണ്ട ചിലപ്പം.
അപ്പോൾ പെട്ടെന്ന് തന്നെ റെഡി, നമുക്കൊരു ചായക്ക് കടിയൊക്കെ വേണം എന്ന് തോന്നുകയാണ്, വേഗം ഉണ്ടാക്കിയെടുക്കാനൊക്കെ വേണ്ടി പറ്റൂട്ടാ. മസാല ഉണ്ടെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. ഇനിയിപ്പോൾ ഇതാ മസാല മുകളിൽ ഉള്ളത് മൊത്തം ഞാനിങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലും ഇതുപോലെ ബ്രെഡ് ഈ ഒരു ഇതിൽ മുക്കിയിട്ട് ഒന്ന് താഴെ വെച്ചതുപോലെ മുകളിലും ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുക. അത്രയേ ഉള്ളൂ കേട്ടോ. ഇനി വെജിറ്റേറിയൻസിൽ ഇത് നിങ്ങൾക്ക് വെജിറ്റബിൾസ്, അതായത് എന്താ പറയുക, മഷ്റൂം, കോളിഫ്ലവർ, അങ്ങനെ ടേസ്റ്റുള്ള സംഭവങ്ങളുണ്ടല്ലോ, പനീർ ഒക്കെ വെച്ചിട്ടൊരു മസാല ഉണ്ടാക്കുക. സാധാ ഞാൻ പറഞ്ഞ ആ രീതിയിൽ തന്നെ സവാളയും പച്ചമുളകൊക്കെ വഴറ്റിയിട്ട് ഗരം മസാലയും മഞ്ഞൾപ്പൊടിയും മസാല കൊടുത്താൽ മതി. മഷ്റൂം അതൊന്ന് സെപ്പറേറ്റ് വേവിച്ചിട്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. സോയാബീൻ, പനീർ ഇതൊക്കെ എടുക്കണം കേട്ടോ. ഇതൊക്കെ എടുത്താലാണ് ടേസ്റ്റ് ഉണ്ടാകുക. സാധാ പച്ചക്കറിക്കൊരു ടേസ്റ്റ് വരില്ലല്ലോ. ക്യാരറ്റ് ചേർത്ത് കൊടുക്കുക, ക്യാബേജ് ചേർത്ത് കൊടുക്കുക കേട്ടോ. അതൊക്കെ നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്തിട്ട് ഒരു മസാല ഉണ്ടാക്കിയെടുക്കുക. എന്നിട്ട് ഈ രീതിയിൽ ചെയ്തെടുക്കുക. എഗ്ഗ് കഴിക്കുന്നവർക്ക് കേട്ടോ, എഗ്ഗ് കഴിക്കാത്തവർക്ക് പറ്റില്ല, കാരണം ഇതിൽ എഗ്ഗ് വേണം. എന്നിട്ട് നമ്മളെ കയ്യിൽ മുക്കിയിട്ട് ഇതെല്ലാം മുക്കിക്കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള എഗ്ഗ് ഉണ്ടല്ലോ, അതിങ്ങനെ സൈഡിലേക്കും മുകൾ ഭാഗത്തേക്കും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ബാക്കി നിങ്ങളുടെ അടുത്ത് എഗ്ഗ് ഇല്ലെങ്കിൽ ഒരു എഗ്ഗ് പൊട്ടിച്ചിട്ട് കുറച്ച് വെള്ളമോ മിൽക്കോ ആക്കിയിട്ട്, അല്ലെങ്കിൽ എഗ്ഗ് തന്നെ മതി, നന്നായിട്ട് ഇളക്കിയെടുത്തിട്ട് ഒന്ന് ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇതൊന്നും നിർബന്ധമില്ല. ഞാനൊരു ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സ്, എരിവില്ലാത്തതാണ് ചില്ലി ഫ്ലേക്സ്, ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അല്ലെങ്കിൽ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുക, ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കുക. ഒന്നുമില്ലെങ്കിലും ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇതാ ഫ്ലെയിം ഒന്ന് ഓണാക്കിയിട്ടുണ്ട്. ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പാൻ ഒന്ന് ചൂടാകുമ്പോൾ ഇതാ അടിയിൽ വേറൊരു പാൻ, പത്തിരിക്കല്ലോ അങ്ങനെ എന്തെങ്കിലും വെച്ച് കൊടുത്തിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ആ പത്തിരിക്കല്ലും ഒന്ന് ചൂടായതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് മതിയാവും, അപ്പോഴത്തേക്ക് അത് റെഡിയാവും. അപ്പോൾ ഇതാ 10 മിനിറ്റ് ആയതിന് ശേഷം ഇതാ ഞാൻ നോക്കുന്നതാണ് കേട്ടോ. അപ്പോൾ മുകൾ ഭാഗം ഇതിൽ കുക്കായിട്ട് വരില്ല, മുകൾ ഭാഗം എന്നാലും ഒന്ന് ആറിയിട്ടുണ്ടാവും, അത്രയും വേണ്ടു കേട്ടോ. സൈഡിലെങ്കിൽ നോക്കാം, അതിങ്ങനെ ഒരു ചട്ടിപ്പത്തിരി ആ ഒരു ഫിനിഷിങ്ങിൽ വന്നിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇതാ അത് ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റി. ഇനി അതിന് മുകൾ ഭാഗം നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കളറാക്കി എടുക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഞാനൊരു ചൂടോടെ തന്നെ എടുക്കാം കേട്ടോ, തിരിച്ചിട്ട് ആ ഒരു കുഴപ്പമില്ല, ഒന്നും പറ്റില്ല. അത് കണ്ടോ, എഗ്ഗൊക്കെ ഒഴിക്കുന്നതുകൊണ്ട് അത് സെറ്റാക്കിയിട്ടുണ്ട്. അതിൻ്റെ അടിഭാഗവും മുകൾ ഭാഗവും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇനി അതിൻ്റെ മുകൾ ഭാഗം കൂടെ ഒന്ന് കളറാക്കട്ടെ. അപ്പോൾ ഇതാ കുറച്ച് ഓയിലൊരു പാനിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ചെറുതായിട്ട് കേട്ടോ, നെയ്യ് എന്തായാലും കുഴപ്പമില്ല, അത് ഇട്ട് കൊടുത്തിട്ട് 1 മിനിറ്റ് ലോ ഫ്ലെയിം അത്രയും വേണ്ടു കേട്ടോ. ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കല്ലേ. ഇത് കണ്ടോ, നല്ല സോഫ്റ്റാണ് കേട്ടോ. നമ്മളെ ചട്ടിപ്പത്തിരിന്നോ ബ്രെഡ് പോളാന്നോ ഒക്കെ പറയാം. ഇത് നമുക്ക് സ്വീറ്റായിട്ടും ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇതാ 1 മിനിറ്റിന് ശേഷം ഈ രീതിയിൽ കിട്ടിയിട്ടുണ്ട്. സ്വീറ്റായിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് തേങ്ങ, പഞ്ചസാര, ആ ഒരു ഫില്ലിങ്ങില്ലേ നമ്മൾ ഉന്നക്കായ്ക്ക് ഉണ്ടാക്കുന്ന എന്താ പറയുക, ആ ഒരു എഗ്ഗിൻ്റെ പണ്ടല്ലേ, എഗ്ഗും പഞ്ചസാരയും തേങ്ങയും ചേർത്തിട്ടില്ലേ, അതുണ്ടാക്കാം. പഞ്ചസാരയും തേങ്ങയും മാത്രം, തേങ്ങ റോസ്റ്റ് ചെയ്തിട്ട് പഞ്ചസാരയും ഇട്ടിട്ട് അങ്ങനെ, പിന്നെ പഴമൊക്കെ ചേർത്തിട്ടാണെങ്കിൽ അങ്ങനെ, വെജിറ്റേറിയൻസിനൊക്കെ ആ രീതിയിലൊക്കെ ഉണ്ടാക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നല്ല ജ്യൂസി ആയിട്ടുള്ള മസാലയാണ് ഉള്ളിലുള്ളത്. ബ്രെഡ് പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ, ബ്രെഡിൻ്റെ എന്ത് സ്നാക്കും നല്ല ടേസ്റ്റ് അല്ലേ. പെട്ടെന്നൊക്കെ നമുക്കൊരു ഗസ്റ്റൊക്കെ വന്നാൽ ഒക്കെ ആക്കിയെടുക്കാൻ പറ്റുന്നൊരു സംഭവമാണ്. പിന്നെ കുട്ടികളൊക്കെ ഈ വൈകുന്നേരം കുട്ടികൾ സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ നമുക്ക് സർപ്രൈസ് ആയിട്ടൊക്കെ കൊടുക്കാൻ പറ്റുന്ന, അവർ വയറ് ഫില്ലാവുകയും ചെയ്യും, അവർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും കേട്ടോ. ഇങ്ങനത്തതൊക്കെ അല്ലേ കുട്ടികൾക്ക് ഇഷ്ടം. അപ്പോൾ എല്ലാവരും ട്രൈ ആക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറന്നു പോകരുത് കേട്ടോ. നിങ്ങൾ റെസിപ്പി നോക്കുന്ന സമയത്ത് ബ്രെഡ് പോളാന്ന് അടിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഞാൻ #, ഇട്ടിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം റെസിപ്പി കിട്ടുന്നില്ല എന്നുള്ളൊരു പരാതി ഉണ്ടാവില്ല കേട്ടോ. നിങ്ങൾ സേവ് ആക്കി വെച്ചിട്ട് വീഡിയോ കാണരുത്, കണ്ടതിന് ശേഷം സേവ് ആക്കിക്കോ, കുഴപ്പമില്ല. നിങ്ങൾ യൂട്യൂബിൽ വന്നിട്ട് തന്നെ നിങ്ങൾ സേവ് ആക്കാതെ ശരിക്കും യൂട്യൂബിൽ വന്നിട്ട് സെർച്ച് ചെയ്തിട്ട് നിങ്ങൾ കാണണം കേട്ടോ. അപ്പോഴാണ് നമ്മളെ വീഡിയോ എല്ലാവരിലേക്കും എത്തുക. ഇനിയിപ്പോൾ നമ്മളെ ഓർഗനൈസിങ് പാർട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഓർഗനൈസ് ചെയ്യാൻ പോകുന്നത് നമ്മളെ ഫാൻസി ഐറ്റംസ്, വള, ക്ലിപ്പ്, അങ്ങനത്തതൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ അങ്ങനത്തതൊക്കെ എൻ്റെ ഈ ഒരു ഏരിയ ഞാൻ ഇവിടെയാണ് കൊണ്ടുപോയിടുക. എല്ലാം മിക്സായിട്ട് അതിൽ എന്തെല്ലാം ഉണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് കാണാം കേട്ടോ. അങ്ങനെയൊക്കെ കൊണ്ടുപോയിട്ടുണ്ടാവും, കൈ കിട്ടണമൊക്കെ കൊണ്ടുപോയിടും കേട്ടോ. പിന്നെ കുട്ടികളുടെ അടുത്ത് ഇത് ഒതുക്കി വെക്കാൻ കുറച്ച് സമയമെടുക്കും. പിന്നെ കുട്ടികളുള്ളതിനനുസരിച്ച് ചിലപ്പോൾ സെപ്പറേറ്റ് ആക്കി വെക്കേണ്ടി വരും കുറേ ഉണ്ടെങ്കിൽ. അപ്പോൾ എൻ്റെ തനുവിൻ്റെ ഹവൻ്റെ ഒക്കെ ഒരു ലോഡായിട്ട് ഉണ്ടാവുക. അതാണ് ഞാൻ പറഞ്ഞത്, കുട്ടികളുടെ അടുത്ത് കുറച്ച് സമയം എടുത്തിട്ടാണ് ഇത് ചെയ്യേണ്ടി വരും. നമുക്ക് സമയമുണ്ട്, ഒന്നിടപെട്ടില്ല നമ്മൾ. ഇനി ശനി ഞായറും കഴിഞ്ഞ് തിങ്കളാഴ്ച നിങ്ങൾക്ക് ഇനി ഓർഗനൈസിങ് വീഡിയോ വരുള്ളൂ. അപ്പോൾ അപ്പോഴത്തേക്കും ചെയ്തു വെച്ചാൽ മതി കേട്ടോ. ഇതുവരെ ഞാൻ തന്ന ഓർഗനൈസിങ് 2 ഐറ്റം നിങ്ങൾ ഓർഗനൈസിങ് നമ്മൾ 2 വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഓർഗനൈസിങ് ചാലഞ്ച്. അത് 2ഉം ചെയ്തോ, ചിലരൊക്കെ ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ രണ്ടാമത്തൊന്നും ചെയ്തു എന്ന് പറയുന്നുണ്ട്. ചെയ്തവർ ഒന്ന് കമൻ്റ് ആക്കണം കേട്ടോ. ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് എന്താണെന്നൊക്കെ ഒന്ന് കമൻ്റ് ആക്കിയിട്ട് അറിയിക്കുക. ഇനിയിപ്പോൾ ഞാൻ ഇതിൽ നിന്ന് വേണ്ടാത്തത് ഒഴിവാക്കട്ടെ.
അതും ചെയ്യണം കേട്ടോ. ഇതിൻ്റെ കൂടെ ഡീക്ലട്ടറിങ് മസ്റ്റാണ്. അപ്പോഴാണ് നമുക്ക് ശരിക്കും ഓർഗനൈസ് ആവുക. കാര്യം വേണ്ടാത്തതും ഒടിഞ്ഞു പോയതും കളർ പോയതും അങ്ങനത്തെയൊക്കെ ഉണ്ടാവുമല്ലോ നമുക്ക്, എന്താ പറയുക, യൂസ് ചെയ്യാൻ പറ്റാത്തത്. അതൊക്കെ അപ്പം തന്നെ അങ്ങ് ഒരു വേസ്റ്റ് ബിന്ന് അടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ, അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ സേഫ്റ്റി പിന്ന്, മഫ്തൊക്കെ നമ്മൾ കുത്താൻ വേണ്ടിയിട്ട് എടുക്കുന്ന പിന്നില്ലേ, ഷോള് കുത്താൻ വേണ്ടിയിട്ട് അതിൻ്റെ പിന്ന്, അതൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് സെപ്പറേറ്റ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ദാ ഇതുപോലെ ഇങ്ങനെ ഇതിൽ ഒഴിവാക്കേണ്ട കുറച്ച് വാച്ചുകളുണ്ട് കേട്ടോ. കുറേ മുന്നത്തെ പഴയതായിട്ട് എൻ്റെ അടുത്ത് അങ്ങനെ കുറേ ഫാൻസി ഐറ്റംസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഉണ്ടായിരുന്നു, പക്ഷേ അത് ഞാൻ വേറെ വാങ്ങുമ്പോൾ ആദ്യത്തത് കുട്ടികൾക്കൊക്കെ കൊടുത്തിട്ട് നമ്മളെ ഫാമിലിയുടെ മക്കൾക്കൊക്കെ കൊടുത്തിട്ടും ഒക്കെ അങ്ങനെ ഒഴിവാക്കലുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് കുറേ കാണാത്തത്. പിന്നെ ഇപ്പോൾ ഒക്കെ ഫാൻസി ഐറ്റംസ് യൂസ് ചെയ്യൽ വളരെ കുറവാണ് കേട്ടോ, വളരെ കുറവായിട്ടാണ്. ഇപ്പോൾ എന്തെങ്കിലും വാങ്ങുകയാണെങ്കിൽ കമ്മൽ വാങ്ങും, അതിന് ചിലപ്പം ഇടൂല, ചിലപ്പോൾ ഇടും, അങ്ങനെയൊക്കെയാണ് കേട്ടോ. പണ്ടൊന്നും അങ്ങനെയല്ലല്ലോ, ഒരുപാട് ഫാൻസി ഐറ്റംസൊക്കെ എല്ലാവരും യൂസ് ചെയ്തിരുന്നില്ലേ. ഇപ്പോൾ കുട്ടികൾക്കൊന്നും ഫാൻസി ഐറ്റംസ് ഒന്നും വേണ്ട അല്ലേ, ആ ഒരു രീതിയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അതാണ് എൻ്റെ അടുത്തും വളരെ കുറവാണ് കേട്ടോ. ഇനിയിപ്പോൾ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല ഇത് നോക്കിയിട്ട് ഞാൻ വേണ്ടത് മാത്രം അതിൽ നിന്ന് തിരഞ്ഞെടുത്തിട്ട് 2 ബോക്സ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് ടൈപ്പിൻ്റെ ബോക്സോ വീട്ടിലുള്ള എന്തെങ്കിലും ഒരു കണ്ടെയ്നറോ എന്തെങ്കിലും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ, ഇങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ വേണ്ടി. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള, നിങ്ങൾക്ക് എടുക്കാൻ എളുപ്പത്തിന് കുട്ടികൾക്കൊക്കെ എവിടെയാണ് വെക്കാൻ നല്ലത് അങ്ങനത്തെ ഏരിയയിൽ നിങ്ങൾക്ക് വെച്ച് കൊടുക്കാം. എനിക്കിപ്പോൾ ഇവിടെയാണ് സുഖം, പെട്ടെന്ന് ഡ്രസ്സൊക്കെ ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് എടുക്കാനാണ് എനിക്ക് എളുപ്പം. അപ്പോൾ ഇവിടെയാട്ടോ ഞാൻ വെക്കുന്നത്. അതുപോലെ തന്നെ ബോക്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുത്തോ. ഇപ്പോൾ നമ്മൾ ഷൂ ഒക്കെ വാങ്ങുമ്പോൾ, ചെരുപ്പൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന കാർഡ്ബോർഡിൻ്റെ ബോക്സ് ഇല്ലേ, അതൊക്കെ എടുത്ത് വെക്കുക. എന്നിട്ട് അതൊക്കെ ഒന്നൊരു അങ്ങനെ തന്നെ വെക്കുക. അല്ലെങ്കിൽ ഒരു ന്യൂസ് പേപ്പറൊക്കെ വെച്ചിട്ട് അതൊക്കെ ഒന്ന് ഒട്ടിച്ച് ഒരു ബോക്സ് ടൈപ്പ് ആക്കി നമുക്ക് എടുക്കാം. അങ്ങനെ എന്ത് നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് എന്ത് ബോക്സാണോ നിങ്ങൾ എടുക്കുന്നത്, നിങ്ങൾ വീട്ടിൽ ബോക്സ് ഉണ്ടെങ്കിൽ അതെടുക്കാം. പൈസ കൊടുത്തിട്ടൊന്നും ഒരു ബോക്സും വാങ്ങിയിട്ട് നിങ്ങൾ ഓർഗനൈസ് ചെയ്യണ്ട കേട്ടോ. പറ്റുന്നവർ ചെയ്തോ, പറ്റാത്തവർ. അപ്പോൾ ഇതാ ഞാൻ അതിലേക്ക് എൻ്റെ റിങ് കാര്യങ്ങളൊക്കെ, കുറച്ച് വെള്ളീൻ്റെ റിങ് അങ്ങനത്തതൊക്കെ ഉണ്ട് കേട്ടോ, അതൊരു ചെറിയൊരു ബോക്സിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഗോൾഡൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന ഇങ്ങനത്തെ സംഭവമൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കിയിട്ട് സേഫ്റ്റി പിന്ന് അങ്ങനെ അതൊക്കെ നമുക്ക് ചില സമയത്ത് ഒരാൾ വന്ന് ചോദിക്കാലും നമ്മളൊരാവശ്യത്തിന് പോലും അങ്ങനത്തെ ഐറ്റംസ് നമുക്ക് തിരഞ്ഞാൽ കിട്ടൂലല്ലേ. അപ്പോൾ അത് വേറെ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നമ്മളെ എല്ലാ വീട്ടിലും വേണ്ട ഒരു കാര്യമാണ് നൂല്, സൂചി, അങ്ങനത്തെ കുറച്ച് ഐറ്റംസ്. നമ്മളൊരു ബട്ടൺ പോയാൽ ഇനി എപ്പോഴും എനിക്ക് സംഭവിക്കുന്നതാണ്, നമ്മൾ ബ്രേസറിൻ്റെ ഇങ്ങനെ ഹുക്ക് അതില്ലേ, അതൊരു പൊട്ടലാട്ടോ. അപ്പോൾ അത് അതിനനുസരിച്ച് വാങ്ങാമെന്ന് അതിനേ സമയം ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിങ്ങനെ ഒന്ന് തുന്നിപ്പിടിപ്പിക്കാൻ ഒക്കെ ആവശ്യമാണ് കേട്ടോ, എനിക്കതാണ് ആവശ്യം. പിന്നെ ചില വീട്ടുകൾ കൂടുതൽ ഉണ്ടാവും. പിന്നെ സ്റ്റിച്ചൊക്കെ ചെയ്യുന്നവർ, തയ്ക്കുക അങ്ങനത്തെവർക്കാണെങ്കിൽ കത്രിക, അതിനോടനുബന്ധിച്ചിട്ടുള്ള സംഭവങ്ങളൊക്കെ, ടാപ്പ്, അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ടാവും കേട്ടോ. അതൊക്കെ നിങ്ങൾക്ക് എന്തൊക്കെയാണ് നിങ്ങളെ സാഹചര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് എന്തൊക്കെയാണ് ആവശ്യങ്ങൾ അതിനനുസരിച്ച് നിങ്ങൾ ഒരു ബോക്സ് വെച്ചിട്ട്, എനിക്കപ്പോൾ അത്രയും ഇല്ല, അതുകൊണ്ടാണ് ഞാൻ ഒരു ചെറിയ കണ്ടെയ്നറിൽ അത് മാത്രം ഇട്ട് വെച്ചത്. ഒരു സൈഡിലേക്ക് ഒരു ബോക്സ് ആയിട്ട് ഇനി എവിടെയാണെങ്കിലും നിങ്ങൾക്ക് വെക്കാം. സ്റ്റിച്ച് ചെയ്യുന്നവരാണെങ്കിൽ ആ ഒരു ഏരിയയിൽ വെക്കുമല്ലോ, നിങ്ങൾക്ക് അറിയാമല്ലോ. അല്ലാത്തവർ എന്തോ അർജൻറ്റുള്ള സംഭവം, ബട്ടൺസ്, കുട്ടികളെ പാൻറ്റിൻ്റെ ഹുക്ക്, ട്രൗസറിൻ്റെ ഹുക്ക്, അങ്ങനത്തെയൊക്കെ അതൊക്കെ ആയിരിക്കും ആവശ്യമുണ്ടാകുക. അതൊക്കെ കുറച്ച് അത്യാവശ്യം പഴയ, ഇനിയിപ്പോൾ വാങ്ങിയിട്ടോ അല്ലെങ്കിൽ പഴയ ഡ്രസ്സിൽ നിന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കുന്ന ഡ്രസ്സിൽ നിന്ന് കട്ട് ചെയ്തിട്ട് എടുത്താലും മതി കേട്ടോ. അങ്ങനെ ഇതുപോലത്തെ ഒരു ചെറിയൊരു ബോക്സിലാക്കിയിട്ട് ഇങ്ങനെ നിങ്ങൾക്ക് എളുപ്പമുള്ള കാണുന്ന ശ്രദ്ധയിൽപ്പെടുന്ന സ്ഥലത്ത് വെക്കുക. അപ്പോൾ നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആവും കേട്ടോ അതൊക്കെ. പിന്നെ പിന്നിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ഒരു പിന്ന് വന്ന് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ തിരയണം. പിന്നെ നമുക്കാണെങ്കിലും എവിടെയെങ്കിലും പോകുമ്പോൾ ഷോൾ കുത്താനോ അങ്ങനെ എന്തിനെങ്കിലും ഒരു പിന്ന് തിരഞ്ഞ് നടക്കും കേട്ടോ. അപ്പോൾ ഒരു പിന്ന് എവിടെയും ഉണ്ടാവില്ല. അതുപോലെ തന്നെയാണ് മുടിയിലിടുന്ന ബണ്ണിൻ്റെ കാര്യം, ഒരുപാടുണ്ടാവും, എന്നാൽ ആവശ്യത്തിന് ഒന്നുപോലും എനിക്ക് ചിലപ്പം കിട്ടൂല. ഞാൻ ബാഗിലിടും, ഇതുപോലെ മേശയിലിടും, പക്ഷെ ചില സമയത്ത് എല്ലായിടത്തും വീടിൻ്റെ ഉള്ളിൽ ഫുള്ള് അതുണ്ടാവും. കാരണം നോക്കുന്നിടത്തൊക്കെ അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ടുണ്ടാവും, ആവശ്യത്തിന് ഒറ്റൊന്നും നമുക്ക് കിട്ടിയില്ല. അപ്പോൾ ഇങ്ങനെ നമ്മളൊരു സ്ഥലത്ത് വെച്ചാൽ കുട്ടികളോടും പറഞ്ഞു കൊടുക്കുക. അപ്പോൾ എവിടെ ഉണ്ടെങ്കിലും അത് അവിടെ കൊണ്ടുപോയിടണം. നിങ്ങൾ അത് മുടിയിൽ നിന്ന് ഊരുന്ന സമയത്ത്, കുട്ടികൾക്ക് സ്കൂൾ വിട്ട് വന്നിട്ട് ഊരുന്ന സമയത്ത് അത് അതിൽ കൊണ്ടുപോയിടണം എന്നൊരു ആ ഒരു ശീലം ഉണ്ടാക്കിയെടുക്കുക. നമുക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഇനിയിപ്പോൾ അവർ ചെയ്തിട്ടില്ലെങ്കിലും അത് അവിടെ കാണുന്ന സമയത്ത് നമുക്ക് അത് എടുത്തിട്ട് ഇങ്ങനെ ഒരു സ്പേസ് ഉണ്ടാകുമ്പോൾ നമുക്ക് അവിടെ കൊണ്ടുപോയിടാമല്ലോ. അങ്ങനെ എന്തായാലും എല്ലാം ഒന്നും അവർ ശ്രദ്ധിക്കണം എന്നില്ല, എന്നാലും അങ്ങനത്തെ ഒരു റൊട്ടീൻ നമ്മളെ വീട്ടിൽ ഉണ്ടാക്കി എടുക്കുക കേട്ടോ, ആ ഒരു ശീലം. പിന്നെ ഈ ഒരു പ്ലാന്റ് ഞാൻ അവിടെ വെച്ചത്, മുഹമ്മദ് ഒരു ദിവസം വീട്ടിൽ വന്നപ്പോൾ ഓനിങ്ങനെ പറിച്ചെടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് മേലെ സ്റ്റെയറിൽ കൊണ്ടുവച്ചതാണ് കേട്ടോ. പക്ഷേ അവിടെ വെച്ചപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. അപ്പോൾ അത് ഞാനിങ്ങനെ നോക്കിയതാണ്. ഇനിയിപ്പോൾ നിങ്ങൾ ചോദിച്ചിട്ടില്ലേ നമ്മൾ വെഡിങ് ആനിവേഴ്സറീൻ്റെ പർച്ചേസ് ചെയ്ത ടോപ്പുകൾ, ആ ടോപ്പുകൾ ജസ്റ്റ് കാണിക്കാം കേട്ടോ. കുറേ പേര് കമൻറ്റിലെല്ലാം ചോദിക്കലുണ്ട്, അത് കാണിച്ചിട്ടില്ലല്ലോ, ഡ്രസ്സ് കാണിച്ചിട്ടില്ലല്ലോ ഏതാന്ന്. അപ്പോൾ ഇതാണ് കേട്ടോ ഒരെണ്ണം. ഇതൊക്കെ ഞാൻ യൂസ് ചെയ്തു കേട്ടോ. പിന്നെ
ഷോള് നമ്മൾ ഒന്നിനും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ ഞാൻ മാസ്ക് ഇട്ടത് എനിക്ക് വീഡിയോ ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. കാര്യം ഞാൻ ഒറ്റയ്ക്കല്ലേ വീഡിയോ സ്റ്റാൻഡിൽ വെച്ചിട്ടല്ലേ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ടാണ്. പിന്നെ ഡ്രസ്സ് നിങ്ങൾക്ക് മനസ്സിലാവുകയും വേണ്ടേ. അപ്പോൾ ഇതാ ഇങ്ങനെ കേട്ടോ, ഇങ്ങനൊരു കോട്ട് പോലെ വരുന്നത്, സെപ്പറേറ്റ് അല്ല, അതിൽ തന്നെ വരുന്നതാണ് കേട്ടോ. എനിക്ക് പിന്നെ ഇങ്ങനത്തെ ഡ്രസ്സുകളോടാണ് കൂടുതൽ താല്പര്യം. പാർട്ടി വെയർ ആയിട്ടല്ല, അല്ലാണ്ട് നമുക്ക് യൂസ് ചെയ്യാൻ പുറത്ത് പോകാനും ഒക്കത്തിനും എവിടെ പോവുകയാണെങ്കിലും എനിക്ക് ഇങ്ങനത്തെ ഡ്രസ്സാണ് കംഫർട്ടബിൾ കേട്ടോ. അതുകൊണ്ട് ഇങ്ങനത്തെ ഡ്രസ്സ് എൻ്റെ അടുത്ത് കൂടുതൽ ഇതാണ്. പാർട്ടി വെയർ ഒക്കെ കുറവായിരിക്കും ശരിക്കും. ആവശ്യത്തിന് അങ്ങനത്തെ കല്യാണം അങ്ങനത്തതിന് മാത്രമേ കേട്ടോ ഞാൻ അങ്ങനത്തെ യൂസ് ചെയ്യാം. അതിൻ്റെ ക്ലോത്ത് വന്നിട്ട് ഷിഫോണാണ് കേട്ടോ, കുറച്ച് കട്ടിയുള്ള ഷിഫോണ്, നല്ല മെറ്റീരിയലാണ് കേട്ടോ. 1400 സംതിങ് ആണ് ആ ടോപ്പിന്. പിന്നെ ഇത് 1100 അങ്ങനെ എന്താണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് തോന്നുന്നു. 900 ആണ്, എനിക്ക് ഡൗട്ട് കിട്ടാം, രണ്ടും എനിക്ക് ഓർമ്മയില്ല. പിന്നെ ഇത് ഞാനൊരു വീഡിയോ ഇട്ടിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ കോളറാണ് വരുന്നത്. പിന്നെ മേലെ ഇങ്ങനെ നമുക്കൊരു ചുരിദാർ ഷേപ്പ് പോലെ വന്നിട്ട്, ഷേപ്പില്ല, പിന്നെ താഴെ വൈഡായിട്ടാണ് കേട്ടോ. നമുക്ക് നല്ല ഫ്രീ ആയിട്ട് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ഡ്രസ്സാണ് കേട്ടോ. ഇതിൻ്റെ മെറ്റീരിയൽ എന്താ, ഷിഫോണല്ല, ഒരു വേറെ, എനിക്ക് നമ്മൾ ഈ കൊടേൻ്റെ ഒക്കെ തുണിയില്ലേ അങ്ങനത്തെ, അതിങ്ങനെ സ്റ്റിഫായിട്ട് നിൽക്കുക, പക്ഷേ ഇതിങ്ങനെ ഒഴുകി കിടക്കുന്ന ഒരു തുണി പോലെ എനിക്ക് ഫീൽ ചെയ്തു. സെൻറ്ററിൽ നടുവിൽ താഴെ വരെ ബട്ടൺ പോകുന്നുണ്ട് കേട്ടോ. ഫുൾ സ്ലീവാണ്, ഒരു ചെറിയ പോക്കറ്റ് വരുന്നുണ്ട്, നല്ല ഫുൾ സ്ലീവാട്ടോ. ഇങ്ങനെ പഫും കാര്യങ്ങളൊന്നും വരുന്നില്ല. അതാണ് ആ ഒരു ടോപ്പ്. ഇനിയിപ്പോൾ അടുത്തത് ഇതാണ് കേട്ടോ. ഇതൊരു യെല്ലോ, നല്ലൊരു ഫുൾ യെല്ലോ കേട്ടോ. അതിൽ വേറെ കുത്തും കാര്യങ്ങളും ഒന്നും വരുന്നില്ല. ഇങ്ങനെ സെൻറ്ററിൽ കട്ടിങ് വന്നിട്ട് ഇങ്ങനെ പ്ലീറ്റ് കേട്ടോ, നിറച്ച് റൗണ്ട് പ്ലീറ്റ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ഫ്രീ ആണ് ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ സ്ലീവ് ഫുൾ സ്ലീവ്, അടിയിൽ ഇങ്ങനെ ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട്. പിന്നെ പഫ് സ്ലീവാണ് കേട്ടോ, പഫ് കൊടുത്തിട്ടുണ്ട്. അത്ര തന്നെ. അത് കണ്ട ലൂസായിട്ടുള്ള സ്ലീവ്, നമ്മൾക്ക് ഇടാൻ ഭയങ്കര കംഫർട്ടബിളാണ്. ഇതും ക്ലോത്ത് വ്യത്യാസം കേട്ടോ, ഷിഫോണല്ല, ക്രീപ്പല്ല, എനിക്ക് പറയാനറിയില്ല, അങ്ങനത്തെ ഒരു കട്ടിയുള്ള മെറ്റീരിയലാണ്. ഇപ്പം ഞാൻ അടിയിൽ പാൻറ്റ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. പക്ഷേ കാണുന്നൊന്നുമില്ലല്ലോ. പുറത്ത് പോകുമ്പോൾ എന്തായാലും യൂസ് ചെയ്യും, എന്നാലും ഇങ്ങനെയായിട്ടുള്ളത്. പക്ഷേ ഇല്ല, പാൻറ്റ് ഇട്ടാൽ തന്നെ ചിലത് കാണില്ല. ഇതിൻ്റെ അടിയിൽ ബെറ്റിക്കോട്ടും വരുന്നില്ല കേട്ടോ. ക്ലോത്ത് നല്ല കട്ടിയാണ്. ഇപ്പം ഞാൻ കാണിച്ച 3ൻ്റെതും അങ്ങനെ തന്നെയാണ്. പാൻറ്റ് മാത്രം നമുക്കിട്ട് യൂസ് ചെയ്താൽ ഇതും അങ്ങനെ തന്നെയാണ്. ഇത് ശരിക്കും അന്നത്തെ ദിവസം റഫീക്ക പറഞ്ഞു, ഞാനിങ്ങനെ എല്ലാം നോക്കുന്ന സമയത്ത് റഫീക്ക പറഞ്ഞു ആ ക്രീം രസമുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അതും കൂടെ എടുത്തതാണ് കേട്ടോ. പക്ഷെ എനിക്ക് കാണാൻ അത്ര ഇഷ്ടമായിട്ടുണ്ടായി, എന്താ പറയുക, കുഴപ്പമില്ലാന്ന് തോന്നി. പക്ഷെ ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇതും നല്ല ഇഷ്ടമായിട്ട്, അങ്ങനെ പിന്നെ ഇതും എടുത്തതാണ്. ഇങ്ങനെ ഇതും അതുപോലെ തന്നെ കുഞ്ഞു പ്ലീറ്റായിട്ട് റൗണ്ട് പ്ലീറ്റ് വരുന്നുണ്ട്. പിന്നെ പഫ് സ്ലീവാണ് വരുന്നത്. പഫ് സ്ലീവ് മേലെയും പഫ്, അതുപോലെ തന്നെ താഴെയും ഇങ്ങനെ സ്ലീവിൻ്റെ അവിടെ പട്ട ഇങ്ങനെ ബോർഡർ വന്നിട്ട് പഫ് വരുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഇതൊക്കെ തയ്ച്ചെടുക്കാനും സിമ്പിളാണ് കേട്ടോ. ഇങ്ങനെ കട്ടിങ് വന്നിട്ടില്ല, ഇങ്ങനെ നിങ്ങളിതിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുത്താൽ മതി, എന്നിട്ട് തയ്ക്കുന്നവർക്ക് കാണിച്ചു കൊടുത്താൽ മതി. അല്ലെങ്കിൽ വീഡിയോ കാണുമ്പോൾ അവർക്ക് മനസ്സിലാവും, നിങ്ങൾ അവർക്ക് വീഡിയോ കാണിച്ചു കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നമ്മൾ ഡ്രസ് കളക്ഷൻസ് എന്നൊക്കെ അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് ഈ വീഡിയോ കിട്ടും. അത് അവർക്ക് ആ ഭാഗം കാണിച്ചു കൊടുത്താൽ നമ്മൾ പറയുന്ന പോലെയല്ല, അവർക്ക് വേഗം മനസ്സിലാവും. കുറേ പേര് അങ്ങനെ ചോദിക്കലുണ്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ആ ഒരു സമയത്ത് നമുക്ക് ഇട്ട് കൊടുക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ടാണ്. ഇനിയിപ്പോൾ ഇത് ഞാൻ വെഡ്ഡിങ് ആനിവേഴ്സറിൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന അന്നിട്ട ഡ്രസ്സാണ്. ഇതും അന്ന് ഫ്രഷായിട്ട് ഇട്ടതായിരുന്നു. അപ്പോൾ ഇതും ഒരു ഷിഫോൺ തന്നെയാണ് കേട്ടോ. ഷിഫോണ് കുറച്ച് കട്ടിയുള്ള ക്ലോത്താണ്. ഇതിൽ പിന്നെ അടിയിൽ ബെറ്റിക്കോട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇത് ചുരിദാർ കട്ടിങ് വന്നിട്ട്, എന്നാൽ ഷേപ്പല്ല, നിങ്ങൾക്ക് കാണാം മേലെ ചുരിദാർ കട്ടിങ് വന്നിട്ട് താഴെയാണ് അവർ പ്ലീറ്റ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അതുകൊണ്ട് താഴെ ഇങ്ങനെ വൈഡാണ്, നമുക്ക് ഫ്രീ ആണ്. മേലെ ഒരുപാട് വൈഡല്ല, ഇത്ര ഞാനീ പിടിക്കുന്ന അത്രയും കേട്ടോ. ഇത് റൗണ്ട് നെക്കാട്ടോ വരുന്നത്, കോളറല്ല. മേലെ കാണാനൊന്നുമില്ല, ഇതുപോലെ തന്നെ മേലെയും ഇങ്ങനെ വരുന്നത്. പിന്നെ പഫ് സ്ലീവ്, താഴെ ഒരു ബോർഡർ വന്നിട്ടുണ്ട്, അത്ര തന്നെ. ഇതിലേക്ക് ഞാൻ ഇതിലേക്ക് ഒന്നും വാങ്ങിയിട്ടില്ല കേട്ടോ. എൻ്റെ കയ്യിലുള്ള ഷോളുകൾ ഇട്ടിട്ട് മാക്സിമം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇടുകയാണ് ചെയ്യുക. അത് മോശമാകുമ്പോഴാണ് ഞാൻ അടുത്ത ഒരു 2-3 ഷോള് വാങ്ങുകയാണ് കേട്ടോ ചെയ്യുക. ഡ്രസ്സിനനുസരിച്ച് ഇങ്ങനത്തെ ഷോള് വാങ്ങലില്ല. അപ്പോൾ എല്ലാവർക്കും ഡൗട്ടൊക്കെ ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ അന്നത്തെ ദിവസമല്ലേ നമ്മൾ ഫ്ലവർ ഷോക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ വയനാട് കൽപ്പറ്റ ഫ്ലവർ ഷോ നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ട് നമ്മൾ ബൈപ്പാസിൽ, അപ്പോൾ അങ്ങോട്ട് ഏട്ടത്തിയും മക്കളും എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ വന്നപ്പോൾ അങ്ങനെ ജസ്റ്റ് എന്താ നമുക്ക് അറിയാൻ വേണ്ടിയിട്ടൊന്ന് പോയി നോക്കിയതാണ് ഒരു ഈവനിങ്ങിൽ. വയനാട് പുഷ്പോത്സവം നവംബർ 29 മുതൽ
ഡിസംബർ 31 പുഷ്പപ്രേമികളെ ഇതിലെ പതിവ് പോലെ പതിവിലും മികച്ചതായി ഒരുപാട് വൈവിധ്യങ്ങളുണ്ട്. ഇതാ കൽപ്പറ്റ നഗരത്തിലേക്ക് വർണ്ണവസന്തം കടന്നു വന്നിരിക്കുന്നു. വയനാട് പുഷ്പോത്സവം കൽപ്പറ്റ ബൈപ്പാസ് റോഡിലെ ഫ്ലവർ ഷോ ഗ്രൗണ്ടിൽ വയനാട് പുഷ്പോത്സവത്തിലെ ഫുട്ബോൾ നിങ്ങളെ വരവേൽക്കുന്നു. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആർത്തുല്ലസിക്കാനന്ദിക്കാൻ ആസ്വാദിക്കാൻ നിരവധി ഹൈടെക് റൈഡുകളുടെയും വയനാട് പുഷ്പോത്സവത്തിന് മറ്റൊരു സവിശേഷത. നിരവധി റൈഡുകൾക്കൊപ്പം നിങ്ങളുടെ ശ്വാസഗതിയെ നിശ്ചലമാക്കുന്ന അപൂർവ അഭ്യാസ പ്രകടനവുമായി മരണത്തിന് ഷോയും വയനാട് പുഷ്പോത്സവത്തിൽ നിങ്ങൾക്ക് വിനോദത്തിന്റെ അപൂർവ സുന്ദര നിമിഷങ്ങൾ സമ്മാനിക്കുന്നു. കൂടാതെ കുട്ടികളുടെ ഉല്ലാസത്തിനായി വിപുലമായ സംവിധാനങ്ങൾ, അതിനൊപ്പം ഗെയിം ഷോ, നഴ്സറി തുടങ്ങിയവയും. വയനാടൻ ജനതയ്ക്ക് ഉത്സവത്തിനൊപ്പം ആഘോഷത്തിന്റെയും ഉല്ലാസത്തിന്റെയും പർച്ചേസിംഗിന്റെയും നവ്യാനുഭൂതികൾ സ്വന്തമാക്കാൻ അരലക്ഷം ചതുരശ്രയുടെ വിശാലതയിൽ ഏവർക്കും കൃത്യമായ സ്വാഗതം. പുഷ്പഫല സസ്യ പ്രദർശനം, കൺസ്യൂമർ സ്റ്റാളുകൾ, ഫുട്ബോൾ, ഹൈടെക് അമ്യൂസ്മെന്റ് പാർക്ക്, സ്പേസ് പ്രോഗ്രാം, ഗെയിം ഷോ തുടങ്ങി നിരവധി വൈവിധ്യങ്ങളുമായി കേരളത്തിലെ ഏറ്റവും വലിയ ഫ്ലവർ ഷോ നിങ്ങളെ വരവേൽക്കുന്നു. ഏവർക്കും സ്വാഗതം. വയനാട് പുഷ്പോത്സവം നവംബർ 29 മുതൽ ഡിസംബർ 31 വരെ കൽപ്പറ്റ ബൈപ്പാസ് റോഡിലെ ഫ്ലവർ ഷോ ഗ്രൗണ്ടിൽ. പ്രദർശന സമയം ഉച്ചയ്ക്ക് 2 മുതൽ, അവധി ദിനങ്ങളിൽ രാവിലെ 11:30 മുതൽ രാത്രി 9:30 വരെ. ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. അപ്പോൾ നമ്മൾ വൈകുന്നേരം ഒന്ന് ഫ്രീ ആയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. ജസ്റ്റ് ഒരു എൻ്റർടൈൻമെൻറ്റ് എല്ലാവർക്കും, കുട്ടികൾക്കാണെങ്കിൽ നമ്മൾ കുട്ടികളെ സ്കൂളിൽ നിന്ന് കൂട്ടിയതാണ് കേട്ടോ, ഹവ്വേനെയും തനുവിനൊക്കെ. അപ്പോൾ ഇതാ ഫ്രണ്ടിൽ തന്നെ പൂക്കളാണ് കേട്ടോ. ശരിക്കും ഈ ഫ്ലവർ ഷോൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് പൂക്കളാണ് കേട്ടോ. പൂക്കളുണ്ടെങ്കിൽ തന്നെ ഇത് നമുക്ക് കയറിയതിന് മുതലായ പോലെ തോന്നുന്നു. പ്രത്യേകിച്ച് ഞങ്ങൾക്ക് ഫ്ലവർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവിടെ അങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് നിന്നത് ശരിക്കും ഈ ഒരു എന്താ പറയുക, നമ്മളെ ബ്ലോസം അല്ലേ, പോപ്പി എന്നൊക്കെ പറയുന്ന ആ ഒരു ഫ്ലവറാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. പൊതുവേ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ഫ്ലവർ അല്ല. പിന്നെ ജമന്തി, അതൊക്കെയാണ് ഓരോ സീസണിൽ ഓരോ ഫ്ലവർ ആയിരിക്കുമല്ലോ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുക. അപ്പോൾ ഇപ്രാവശ്യം പോപ്പി ആയിരുന്നു കേട്ടോ നമ്മളെ ബ്ലോസം. അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കയറിയപ്പോൾ തന്നെ ഞങ്ങളിങ്ങനെ പറയുമായിരുന്നു കേട്ടോ. ചില ദിവസം ചില പ്രാവശ്യമല്ല, കാര്യം കയറിയപ്പോൾ തന്നെ ഞങ്ങൾ പറഞ്ഞത് കയറിയത് മുതലായി എന്ന് പറയുന്നുണ്ട്. ഈ ഫ്രണ്ട് ഏരിയനെ നമ്മൾ കവർ ചെയ്തപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു ശരിക്കും നമ്മൾ പൈസ മുതലായ പോലെ നമുക്ക് തോന്നിയെന്ന്. കാര്യം ചില പ്രാവശ്യം നമ്മൾ വരുന്ന സമയത്ത്, അതും പറയണമല്ലോ, വരുന്ന സമയത്ത് ചെടികൾ വല്ലാണ്ട് ഉണ്ടാവില്ല, നമുക്കൊരു ഇഷ്ടാവില്ല. എന്താ പറയുക, ചെടി ഇല്ലെങ്കിൽ ചെടി ഫസ്റ്റിൽ തന്നെ നമുക്കിങ്ങനെ കാണിച്ച് തരാം, നമ്മൾ കണ്ണിനൊരു ശരിക്കും ഒരു റിലാക്സ്, ഒരു എൻ്റർടൈൻമെൻറ്റ് ആവും. അപ്പോൾ ഈ പ്രാവശ്യം അതുപോലെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്താണ് എല്ലാ പ്രാവശ്യം കാണുന്നത് തന്നെ ഫ്ലവർ ഷോ, എന്താ അപ്പോൾ ഇതിലിപ്പോൾ ഇത്ര മാറ്റം ഉള്ളത് എന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയായിരുന്നു ഞാനും. അപ്പോൾ അങ്ങനെ ഇരിക്കുന്നവരുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ചെടികൾ ഇഷ്ടമുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കയറി വന്ന് നോക്കിക്കോട്ടോ. അടിപൊളിയാണ്. ഫ്ലവർ കൊണ്ട് നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ എന്താ പറയുക, ഇപ്പോൾ എന്താ പറയുക, അമ്പലവയൽ പൂപ്പൊലിക്ക് നമ്മൾ പോകലുണ്ട്. പക്ഷെ ഇവിടെ ഫ്ലവർ ഷോയും കാണാൻ വരലുണ്ട്. പക്ഷേ ഇത്ര ഏരിയ മതി. ശരിക്കും നമ്മൾ മടുപ്പിക്കുന്ന രീതിയിൽ കുറേ ഏരിയൻ്റെ, എൻ്റെ ഒരു അഭിപ്രായമാണ്, കുറേ ഏരിയ നമുക്ക് പൂക്കൾ കണ്ടിങ്ങനെ നടക്കേണ്ട കാര്യമില്ല. ശരിക്കും ഇത്രയും മതി. ഇത്രയും കണ്ട് പിന്നെ കുട്ടികൾക്ക് എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള കുറച്ച് എന്താ പറയുക, പാർക്ക്, നമ്മളെ റൈഡുകളും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ പിന്നെ കുറച്ച് ഷോപ്പിംഗ് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ കുറച്ച് ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനത്തെ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. പക്ഷെ ഭയങ്കര നമുക്കെല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. വന്നത് അടിപൊളിയായിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു, കുട്ടികൾക്ക് ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ ഒന്ന് വാങ്ങിക്കൊടുത്തു. പിന്നെ അങ്ങനത്തെ കഴിക്കുന്ന കുറച്ച് ഐറ്റംസ് ഉണ്ടല്ലോ കുട്ടികളെ, അങ്ങനത്തെ അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തു. പിന്നെ ഇതാ ഫ്ലവർ കണ്ടില്ലേ, ഡാലിക ഫ്ലവർ കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ ഒന്നുമല്ല, സംസാരിച്ച് ഇതിലൂടെ ഇങ്ങനെ നടക്കുക, അതും ഒരു രസമാണ്. കുട്ടികളെയും നമ്മൾ ഫ്രീ ആക്കി വിട്ട് കഴിഞ്ഞാൽ അവർക്കും ഭയങ്കര ഇഷ്ടം. അത്രയും നമ്മളെല്ലാ പ്രാവശ്യം വരലുണ്ട്. ചിലപ്പം ഫ്രണ്ട്സിൻ്റെ കൂടെ വരും, ചിലപ്പം ഫാമിലീൻ്റെ കൂടെ വരും, അങ്ങനെയാണ് ഇട്ടുണ്ടാവുക. അപ്പോൾ ഇപ്രാവശ്യം നമ്മളിങ്ങനെയാണ് വന്നത്. പിന്നെ അതാ റോസില്ലേ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫ്ലവർ ആട്ടോ ഇത്. റോസ്
പക്ഷെ നമ്മളെ വീട്ടിൽ നമ്മളെ മുറ്റത്ത് വെക്കാൻ പറ്റില്ല, കാരണം വെയിലില്ലല്ലോ, വെയിൽ കുറവല്ലേ അങ്ങനെ. പിന്നെ ഇതാ അതിൻ്റെ എൻഡിലേക്ക് എത്തിയിട്ട് നമ്മൾ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ നമ്മളങ്ങനെ സംഭവങ്ങളൊന്നും വാങ്ങിയിട്ടില്ല. ഹവ തനു പേന പെൻസിൽ അങ്ങനത്തെയൊക്കെ ഭയങ്കര കുട്ടികളെ അട്രാക്റ്റ് ചെയ്യുന്ന കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നിന്നും തിരക്കുണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിലെത്തിയപ്പോൾ ഭയങ്കര തിരക്കൊന്നുമില്ല, പക്ഷേ അതിൻ്റെ ഉള്ളിലെത്തിയപ്പോൾ കുറച്ചൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ റഷായപ്പോൾ ഇങ്ങനെ വീഡിയോ ഒന്നും അവിടെ നിന്ന് എടുത്തില്ല. പിന്നെ ഇതാ അവിടെ കയറിയാൽ മസ്റ്റാണ് കോളിഫ്ലവർ പാനിപൂരിയൊക്കെ കഴിക്കലില്ലേ, അപ്പോൾ അതൊക്കെ കഴിച്ചു. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും കേട്ടോ. അവർക്ക് ഹവക്കും തനുവിനും മുഹമ്മദിനും ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട്. മുഹമ്മദ് ഭയങ്കര ഹാപ്പി ആയിട്ട് അവൻ സ്വന്തം ഡാൻസ് കളിക്കുക. കാരണം ഞാനിതിൽ കോപ്പിറൈറ്റ് വരുമെന്ന് വിചാരിച്ചത് അതിലെ മ്യൂസിക് ഉള്ളപ്പോൾ ഞാൻ അത് വോളിയം ഇത് എന്താ പറയുക ഇല്ലാണ്ടാക്കിയിട്ടുണ്ട്. കാര്യം നമുക്ക് കോപ്പിറൈറ്റ് വരും. ഭയങ്കര പാട്ടൊക്കെ ഇട്ടപ്പോൾ അവർക്ക് തന്നെ ഭയങ്കര മൂഡ് ആകുന്നുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ നടക്കുന്നൊക്കെ സമയത്ത് ആ ഒരു സമയത്ത് ഇതാ എൻ്റെ കസിൻസ്, എൻ്റെ ഉപ്പാൻ്റെ പെങ്ങളെ മക്കൾ കേട്ടോ, അവരും അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കണ്ടു. കുറേ നേരം അവർ നമ്മളായിട്ട് സംസാരിച്ചിരുന്നു. അങ്ങനെ പിന്നെ അവരൊത്ത് നമ്മളിങ്ങനെ നടന്നിട്ടോ. പിന്നെ നമ്മളെല്ലാവരും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. എപ്പോഴും കാണൂലല്ലോ, ഇപ്പോൾ നമ്മൾ അവരെയും നമ്മളെയും എപ്പോഴും കാണലില്ല, വല്ലപ്പോഴും കാണുന്നതല്ലേ. അപ്പോൾ എന്തോ എന്താ പറയുക, മാഷാ അല്ലാഹ്, എനിക്ക് നമുക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും കേട്ടോ. അങ്ങനെ ഓരോരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ കുറച്ച് സമയം അവിടെയൊക്കെ നിന്ന് പിന്നെ ഇതാ കുട്ടികൾക്ക് റൈഡിലൊക്കെ കയറണം എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ഏരിയയിലേക്ക് വന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഭയങ്കര എക്സ്പെക്റ്റേഷൻ അങ്ങനെയൊന്നുമല്ല, എന്നാൽ നമുക്ക് എൻ്റർടൈൻ ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പോൾ കുട്ടികൾക്ക് എക്സാമും കാര്യങ്ങളൊക്കെ ആണ്, അപ്പോൾ അത് കഴിഞ്ഞിട്ടൊക്കെ വന്നാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് കിട്ടിയ പ്രൈസ് ഓപ്പൺ ചെയ്യാൻ പോകുമെന്ന് ജെംസി യൂട്യൂബർ അയച്ചു തന്ന ഗിഫ്റ്റ് ഫസ്റ്റ് പ്രൈസ് അഷറഫ് തൈവളപ്പിൽ എന്ന ഞാൻ വളരെ സന്തോഷപൂർവ്വം ഓപ്പൺ ചെയ്യുന്നു. ഓക്കെ വെരി നൈസ് ഓക്കെ. സൂപ്പർ അൽഹംദുലില്ലാഹ്, സൂപ്പർ. ഓക്കെ, വെരി നൈസ്. ഇതിൻ്റെ കാറ്റലോഗാണിതാ, കാറ്റലോഗിൻ്റെ എല്ലാം ഉണ്ട് കേട്ടോ. ഏതായാലും വളരെ സന്തോഷം കേട്ടോ. ഓക്കെ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു ജംഷി, താങ്ക് യു. വെൽക്കം. നമുക്കും ഭയങ്കര സന്തോഷമായിട്ടുണ്ട് കേട്ടോ. നിങ്ങളെ ഗിഫ്റ്റ് കാര്യങ്ങൾ നിങ്ങളത് ഓപ്പൺ ആക്കുമ്പോൾ തന്നെ നമുക്കറിയാം അത് എത്രത്തോളം സന്തോഷത്തോടു കൂടിയാണ് ഓപ്പൺ ആക്കുന്നതെന്ന്. പിന്നെ ഇത് നമ്മളെ എന്താ പറയുക, നമ്മളെ ഗിവ് അവേ ഗിഫ്റ്റില്ലേ, അത് കിട്ടിയിട്ട് അവർ കുറച്ച് വീഡിയോ ക്ലിപ്പുകൾ അവർ ഓപ്പൺ ആക്കുന്ന ക്ലിപ്പുകളും കാര്യങ്ങളൊക്കെ എനിക്ക് പേഴ്സണലായിട്ട് ഇൻസ്റ്റഗ്രാമിലൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഇതിലേക്ക് ആഡ് ആക്കിയതാണ്. അപ്പോൾ എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷം. അപ്പോൾ നിങ്ങളും കൂടെ കാണും കേട്ടോ. എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. കുറച്ച് ദിവസമായി കിട്ടിയിട്ട്, പക്ഷേ ഒരാൾക്ക് അഡ്രസ്സിൻ്റെ പ്രശ്നം കൊണ്ട് കിട്ടാണ്ട് പെൻഡിങ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ആൾക്കും കിട്ടിയതിന് ശേഷമാണ് ഇപ്പോൾ ഞാൻ വീഡിയോയിൽ ഇത് കാണിക്കുന്നത് കേട്ടോ. ഒരാഴ്ച ആയി ഇപ്പോൾ എല്ലാവർക്കും കിട്ടിയിട്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ, നിങ്ങൾ അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളെ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതെന്തെന്നെയാണെങ്കിലും കമൻ്റായിട്ട് അറിയിക്കാൻ മറന്നു പോകരുത് കേട്ടോ. പിന്നെ നമ്മൾ അടുത്ത ഓർഗനൈസിങ് ചാലഞ്ച് തിങ്കളാഴ്ച. അപ്പോൾ തിങ്കളാഴ്ച ആകുമ്പോഴത്തേക്കും നിങ്ങൾ ഞാൻ ചെയ്തിട്ടുള്ള ഇത്രയും കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ടൈം ഉണ്ട് കേട്ടോ. ഇന്നിപ്പോൾ വെള്ളിയാഴ്ച ആയിട്ടുള്ളൂ, വെള്ളി ശനി ഇന്ന് തന്നെ ചെയ്യാൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ വെള്ളി ശനി ഞായർ ഇത്രയും ദിവസമല്ലേ. അടുത്ത വീഡിയോ കൊണ്ട് ഞാൻ വരുമ്പോഴത്തേക്കും പിന്നെ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ ഓർഗനൈസിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ വീഡിയോയിൽ കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്.